നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഗാസ മുനമ്പിലെ ഹമാസ് ഭൂഗർഭ തുരങ്ക ശൃംഖലയിൽ വെള്ളപ്പൊക്കമുണ്ടാക്കാൻ കടൽ വെള്ളം പമ്പ് ചെയ്തതായി അറിയിച്ച് ഇസ്രയേൽ സൈന്യം. ഹമാസ് ഭീകരരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നത് എന്ന് ഇസ്രയേൽ സൈന്യം പറഞ്ഞു. ഇത്തരത്തിൽ ഹമാസ് ഭീകരരുടെ നൂറുകണക്കിന് ഒളിത്താവളങ്ങൾ തകർത്തതായി സൈന്യം വ്യക്തമാക്കി. ഇസ്രയേലുമായുള്ള യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഹമാസ് ഭീകരരുടെ പ്രധാന ഒളിത്താവളങ്ങളാണ് ഇത്തരം തുരങ്കങ്ങൾ. ബന്ദികളാക്കിയവരെ താമസിപ്പിക്കാനും യുദ്ധ സാമഗ്രികൾ സൂക്ഷിക്കാനുമെല്ലാം ഈ തുരങ്കങ്ങളാണ് ഭീകരർ ഉപയോഗിച്ചിരുന്നത്. കടൽവെള്ളം പമ്പ് ചെയ്ത് ഇത്തരം ടണലുകൾ ഉപയോഗശൂന്യമാക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു. ഹമാസിന്റെ ഒളിത്താവളങ്ങളിൽ കടൽവെള്ളം പമ്പ് ചെയ്ത് നശിപ്പിക്കുന്നുവെന്ന വാർത്തകൾ ഇതിനു മുൻപും പുറത്തു വന്നിരുന്നുവെങ്കിലും ഇസ്രയേൽ സൈന്യം ഇതിനോട് പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് എക്സിലൂടെയാണ് സൈന്യം ഇക്കാര്യം വ്യക്തമാക്കിയത്. യുദ്ധകാലത്ത് വലിയ അളവിലുള്ള വെള്ളം തുരങ്കങ്ങളിലേക്ക് ഒഴുക്കി ഗാസ മുനമ്പിലെ ഭൂഗർഭ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങളെ നിർവീര്യമാക്കാനുള്ള പുതിയ കഴിവുകൾ IDF നടപ്പിലാക്കിയിട്ടുണ്ട്. പ്രദേശത്തെ ഭൂഗർഭ ജലത്തിന് കേടുപാടുകൾ സംഭവിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിനായി മണ്ണിന്റെ സ്വഭാവവും അതുപോലെ പ്രദേശത്തെ ജലസംവിധാനങ്ങളും വിശകലനം ചെയ്യുന്നതുൾപ്പെടെ പ്രൊഫഷണൽ ശേഷിയിൽ ഉപകരണങ്ങൾ വികസിപ്പിച്ചെടുത്തതായും പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഇസ്രയേൽ കണക്കുകൾ പ്രകാരം തീരദേശ പലസ്തീൻ എൻക്ലേവിന് താഴെ 560 മുതൽ 725 കിലോമീറ്ററോളം ഹമാസിന്റെ തുരങ്കങ്ങൾ വ്യാപിച്ചിരിക്കുന്നു. ഹമാസ് തുരങ്ക സംവിധാനത്തിന്റെ 80% കേടുപാടുകൾ സംഭവിക്കാതെ നിലനിൽക്കുന്നതായി ഇസ്രയേലി US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് US പത്രമായ ദി വാൾ സ്ട്രീറ്റ് ജേർണൽ ഞായറാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിസൂക്ഷ്മമായി നിർമ്മിച്ചെടുത്ത എട്ടുകാലി വലകൾ കണക്കെ പരസ്പര ബന്ധിതമായ പ്രവിശാലമായ തുരങ്കങ്ങളിൽ ചിലത് തകർക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ടെന്ന് ഇസ്രയേൽ സേന അവകാശപ്പെട്ടിരുന്നു. യുദ്ധം മാസങ്ങൾ പിന്നിടുമ്പോഴും ഇതിനുള്ളിൽ കയറി എന്തെങ്കിലും ചെയ്യാൻ ഇസ്രയേലി സൈന്യത്തിന് കഴിഞ്ഞിരുന്നില്ല. അതിനാൽ മാസങ്ങളേറെ എടുത്തുള്ള ദീർഘമായ പ്രക്രിയയാകും അവ പൂർണ്ണമായി തുടച്ചു നീക്കലെന്ന് തുർക്കിയിലെ അറ്റ്ലാന്റിക് കൗൺസിൽ സീനിയർ ഫെലോ റിച്ചാർഡ് ഉഡ്സൺ നേരത്തെ പ്രതികരിച്ചിരുന്നു. ഗാസയിലുടനീളം നൂറുകണക്കിന് കിലോമീറ്റർ നീളത്തിൽ ഇവ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. 2021 ഇസ്രയേൽ സേനയുടെ കണക്കുകൂട്ടലിൽ 300 കിലോമീറ്റർ നീളമെങ്കിലുമുണ്ട് അവയ്ക്ക്. ശരാശരി 15 മുതൽ 60 മീറ്റർ വരെയാണ് താഴ്ച. ഇവയിൽ ചിലത് ഓക്സിജൻ ടാങ്കുകൾ, വാട്ടർ പൈപ്പുകൾ, അതുപോലെ വൈദ്യുതി വിളക്കുകൾ എന്നിവ ഉപയോഗിച്ച് സർവീസ് ചെയ്തിട്ടുണ്ട്. അൽ ജസീറ 2021 ഇത് സംബന്ധിച്ച എക്സ്ക്ലൂസീവ് വീഡിയോ പുറത്തുവിട്ടിരുന്നു. അതിൽ കോൺക്രീറ്റ് ഉറപ്പിച്ച ഇടനാഴികൾ, പ്രവർത്തിക്കുന്ന ഒരു ഫോൺ ലൈനും അതുപോലെ ആയുധങ്ങൾ സൂക്ഷിക്കുന്ന മുറികളുമുള്ള ഒരു ഭൂഗർഭ ഓഫീസിലേക്ക് നയിക്കുന്നത് കാണിക്കുന്നുണ്ട്. ഈ സംവിധാനത്തിന് ഒരു ചുറ്റളവ് ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഉപരിതലത്തിൽ നിന്ന് നശിപ്പിക്കാൻ എളുപ്പമല്ലാത്ത ആഴം കുറഞ്ഞ തുരങ്കങ്ങൾ കൂടാതെ കമാൻഡോ കേന്ദ്രങ്ങൾ, ആയുധ സംഭരണികൾ, മിസൈലുകൾ കൂടാതെ അടുത്തിടെ ഹമാസ് പിടിച്ചെടുത്ത 240ഓളം ഇസ്രയേലി തടവുകാരും ഇവിടെയുണ്ടെന്ന് സൈനികർ കരുതുന്നു. തുരങ്കങ്ങളിലെ പോരാളികൾക്ക് അതിശയിപ്പിക്കുന്ന തരത്തിൽ ആക്രമണങ്ങൾ നടത്താനും ഇസ്രയേലിന്റെ സൈനിക കണ്ണുകൾക്ക് അവരെ കണ്ടെത്താൻ കഴിയാതെ സ്ട്രിപ്പിലൂടെ വേഗത്തിൽ നീങ്ങാനും അനുവദിക്കുന്ന തരം പ്രത്യേക നിർമ്മിതിയാണ് ഇതിന്റെ ഘടന. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.